ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ PA-യുടെ പേരുപയോഗിച്ചുള്ള നിയമന തട്ടിപ്പിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വാദം തള്ളി പോലീസിന്റെ കുറ്റപത്രം. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് മുൻ AISF നേതാവ് KP ബാസിദും പത്തനംതിട്ടയിലെ CATU ഓഫീസ് സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവും ചേർന്ന് നടത്തിയ തട്ടിപ്പ് മാത്രമെന്നാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് തട്ടിപ്പിൽ പങ്കില്ലെന്ന് സ്ഥിരീകരിച്ചാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. മകന്റെ ഭാര്യയുടെ ജോലിക്കായി മന്ത്രി വീണ ജോർജിന്റെ PA-ക്ക് കോഴ നൽകിയെന്ന മലപ്പുറം സ്വദേശി ഹരിദാസിന്റെ ആരോപണമായിരുന്നു കേസിന്റെ തുടക്കം. ഹരിദാസ് സെക്രട്ടേറിയറ്റിലെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമായി. എന്നാൽ പണം നൽകിയിട്ടില്ലെന്ന് ഹരിദാസൻ തന്നെ മൊഴി തിരുത്തി. കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വീണ ജോർജിനും PA അഖിൽ മാത്യുവിനും ക്ലീൻ ചിറ്റ് നൽകിയാണ് കുറ്റപത്രം. ഹരിദാസന്റെ സുഹൃത്തായ മുൻ AISF നേതാവ് KP ബാസിത്ത, സുഹൃത്തുക്കളായ ലെനിൻ രാജ, റയീസ്, പത്തനംതിട്ടയിലെ CATU ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അഖിൽ സജീവ് എന്നിവർ മാത്രമാണ് പ്രതികൾ. ആരോഗ്യമന്ത്രിയുടെ PA-ക്ക് കൊടുക്കാനെന്ന പേരിൽ ബാസിത്ത് 1 ലക്ഷവും ലെനിൻ 50,000-വും അഖിൽ സജീവ് 25,000-വും തട്ടിയെടുത്തു. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നായിരുന്നു തുടക്കം മുതൽ മന്ത്രിയുടെ വാദം. ഗൂഢാലോചന എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പറയേണ്ട ചിലർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് പറയട്ടെ, ആ ഗൂഢാലോചന നടത്തിയവരൊക്കെ പറയട്ടെ, ഞാൻ പറയും. ഹരിദാസനിൽ നിന്ന് പണം തട്ടാൻ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയ്ക്കപ്പുറം രാഷ്ട്രീയ നേതാക്കളടക്കം മറ്റാർക്കും പങ്കില്ലെന്ന് സ്ഥിരീകരിച്ച പോലീസ് മന്ത്രിയുടെ വാദവും കുറ്റപത്രത്തിൽ തള്ളിക്കളഞ്ഞു. 24 തിരുവനന്തപുരം.